പള്ളിയിലെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ വേഷം കെട്ടിയ ആളുകൾ ഈ ഓശാന ഞായർ ദിവസം എനിക്ക് PCR നമ്മുടെ ബിൻസ് പറഞ്ഞു തരികയായിരുന്നു. കഴുതപ്പുറത്ത് കർത്താവ് ഈ വേഷം കെട്ടി വരുന്ന ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. അതാണ് ജെറുസലേമിലേക്ക് അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ കാണുന്നത് എന്ന് ബിൻസ് പറയുകയായിരുന്നു. നമുക്കറിയാം ഈശോയുടെയും ശിഷ്യന്മാരുടെയും ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഉള്ള പള്ളികളിൽ പ്രാർത്ഥന മാസമൊക്കെ നടക്കുമെങ്കിലും ഇങ്ങനെയുള്ള അല്ലേ വിശ്വാസത്തിൻ്റെ മറ്റൊരു രൂപം കാണാൻ സാധിക്കില്ല. തൃശ്ശൂർ വിശ്വാസികളുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും നമുക്ക് ഇതാണ് സാഹചര്യം. ഇത്തരത്തിലുള്ള നമുക്ക് നമ്മളൊപ്പം ചില BJPയുടെ മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ സുരേഷ് ഗോപിയെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം എപ്പോഴേക്ക് എത്തുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴേക്ക് എത്തും അദ്ദേഹം? 7:30 എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആണല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപി ജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അതെങ്ങനെയാണ് അദ്ദേഹം നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? അല്ല, സാധ്യതകൾ വളരെയധികം നിലനിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ അദ്ദേഹം ആളുകളുടെ അടുത്ത് എത്തുമ്പോഴും അവരുടെ റെസ്പോൺസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി വളരെ നിറഞ്ഞ് തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തന രീതി കൊണ്ട് എല്ലാ സ്ഥലത്തും പോയി ആളുകളെ കാണുകയും അവരെ ക്ഷേമം അന്വേഷിക്കുകയും അതിനുവേണ്ടി വർക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു ഇലക്ഷൻ ടൈമിൽ ഓടി വന്നു വരുന്ന ഒരാളെ പോലെ കാണാതെ നമ്മളിൽ ഒരാളായി കണ്ടിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ 2 തവണയോളം നരേന്ദ്രമോദി അല്ലേ തൃശ്ശൂരിൽ എത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തുള്ള സ്നേഹമാണ് അല്ലേ? അത് എങ്ങനെ തൃശ്ശൂരുകാരിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ്? നിങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ, സ്വാഭാവികമായും അതും ഒരു കൃത്യമായ സന്ദേശം നൽകുന്നൊരു കാര്യമാണല്ലോ. അതെ, തീർച്ചയായും. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ മിനിസ്റ്റർ എന്നുള്ള ലെവൽ വരുമ്പോൾ അത് വളരെയധികം ഗുണം ചെയ്യുന്ന തൃശ്ശൂർക്കാർക്ക് തന്നെയാണ്. അത് ഈ മോദിജി അദ്ദേഹം ആയിട്ടുള്ള ബന്ധം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ തൃശ്ശൂരിൽ ഒരു MP ഉണ്ട്, TN പ്രതാപനായിരുന്നു MP. അദ്ദേഹം ഇത്തവണ മത്സരരംഗത്തില്ല. പക്ഷെ അദ്ദേഹം ജനകീയനാണ്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിന് സത്യത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതല്ല, ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല ഈ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് വിട്ടിട്ട് എന്ത് പറയാനാണ് നമുക്ക്? അതെ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വിശ്വാസികൾ ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് 7:30 മണിയോടുകൂടിയാണ് സുരേഷ് ഗോപിയെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ഈശോയെയും ശിഷ്യന്മാരെയും കാണാം. കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പോകുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമടക്കം ഇവിടെ ഉണ്ട്. വിശ്വാസം അത് ഓശാന ഞായറുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ വിശ്വാസികൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. ഇനി ഇവിടെ കുരുത്തോല പെരുന്നാളാണ്. കുരുത്തോല പെരുന്നാൾ ദിവസം ആളുകൾ കുരുത്തോലകളുമായി ഒരു ചെറിയ പ്രൊസഷൻ പോലെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികളും വിശ്വാസി സമൂഹം എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിശ്വാസികളുടെ വലിയ ഒരു സംഗമം, വലിയ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഏറെ ദൈവീക ചൈതന്യമുള്ള സീക്രട്ട് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം. കുരുത്തോല പെരുന്നാളാണ്. കുരുത്തോലകളുമായി വിശ്വാസികൾ ഇപ്പോൾ അവരിപ്പോൾ ചെറിയ ഒരു ഘോഷയാത്ര പോലെയാവും ഇവിടുന്ന് പുറപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത്. അത് മിക്ക പള്ളികളിലും ഇന്ന് ആ തരത്തിലുള്ള വിശ്വാസ സംഗമങ്ങൾ കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കാം. ദൃശ്യങ്ങളിൽ അത് കാണാം എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് തൃശ്ശൂരിൻ്റെ ഇതിനൊപ്പം തന്നെ ഈ വിശ്വാസത്തിൻ്റെ ചില ദിവസങ്ങളാണല്ലേ കിരൺ? ഈ ഈസ്റ്റർ വരുന്നു, സഹാവ്യാഴം വരുന്നു, ഒപ്പം റംസാൻ അല്ലേ, വിഷു വരുന്നു. അതിന്റെ ഈ യാത്രകളുടെ എപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്സവ സമയത്ത് തന്നെയാണ്. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെയാണ് ഈ പെസഹ വരുന്നതും ഈസ്റ്റർ വരുന്നതും എല്ലാം ആ സമയത്താണ്. ഇത്തവണ റംസാൻ കൂടി ആ സമയത്ത് വരുന്നു. എന്തായാലും എല്ലാ മതവിശ്വാസികളുടെയും വലിയ ആഘോഷങ്ങളും വിശ്വാസപരമായ ആചാരങ്ങളും എല്ലാം നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ്
ഏറ്റവും കൂടുതൽ നേരത്തെയൊക്കെ പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ആയിരുന്നു സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല. എല്ലാ പാർട്ടിയും 3 മുന്നണികളും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൂടുതൽ വ്യാപിച്ചു വരിക കൂടിയാണ്. നേരത്തെയൊക്കെ എല്ലാ മതത്തിന്റെ പ്രധാനപ്പെട്ട മേധാവികളൊക്കെ കണ്ട് മടങ്ങുന്ന ഒരു രീതിയായിരുന്നു. പ്രധാനമായും ആളുകളെ കണ്ടിരുന്നത്, ജനങ്ങളെ കണ്ടിരുന്നത് പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും വീടുകളിലും ചന്തകളിലും അത്തരം മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ മാത്രം വോട്ട് കിട്ടില്ല എന്നുള്ള രീതി വന്നതിന് ശേഷമായിരിക്കും. സ്വാഭാവികം തന്നെയാണ്. പകരം ഏതെങ്കിലും മേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ ഒക്കെ തലവന്മാരോ ഒക്കെ നമ്മൾ അങ്ങനെ കരുതുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിന് ചിലപ്പോൾ മാധ്യമങ്ങളിൽ വിലയുണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വിശ്വാസികൾ എന്തായാലും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നവരെന്ന് കരുതുന്നവർ അത്തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കൊന്നും പലപ്പോഴും പോകുന്നില്ല എന്നും അതിന് നേരെ വിരുദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന കാഴ്ചകളും ഒക്കെ കേരളം എത്രയോ തവണ കണ്ടതാണ്. പലപ്പോഴും പലരെയും ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ ഇങ്ങനെ പറയുന്ന എല്ലാ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നവർ പല ആഹ്വാനങ്ങൾ നൽകുമ്പോൾ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ജനങ്ങൾ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ ധാരണകളുണ്ട്. ഓരോ പാർട്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെക്കുറിച്ചും ഒക്കെ ധാരണകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു മതത്തിന്റെ ആളാണ് അല്ലെങ്കിൽ മതത്തിന്റെ മേലധ്യക്ഷൻ പറഞ്ഞു ഇന്ന ആളിന് വോട്ട് കൊടുക്കണം എന്ന് കരുതി അങ്ങനെ വോട്ട് കൊടുക്കുന്നവരുടെ എണ്ണം വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനപ്പുറത്തേക്ക് സ്വന്തം നിലയിൽ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എനിക്ക് തോന്നുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയം നിങ്ങളുടെ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ന രാഷ്ട്രീയമുണ്ട് എന്ന് കരുതുകയും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള നാട് കൂടിയാണ്. അത്ര രാഷ്ട്രീയത്തെ അങ്ങനെ കാണുന്നവർ കൂടിയാണ്. അതുകൊണ്ടൊക്കെയാണോ ഈ കൂടുതൽ ജനങ്ങളെ തന്നെ കാണാൻ ഉള്ള ശ്രമം ഈ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. CV